എല്ലാ പ്രേക്ഷകർക്കും ക്യുസിൻസ് ഓഫ് ഇന്ത്യയുടെ അടുത്ത ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത് എയർ ഫ്രയറിൽ എങ്ങനെയാണ് മീൻ വറുത്തെടുക്കേണ്ടതെന്നുള്ളതാണ്. ഇത് എണ്ണയില്ലാതെ വറുത്തെടുക്കുന്നതുകൊണ്ട് ഇതൊരു ഹെൽത്തി ഓപ്ഷനാണ്. അതുപോലെ തന്നെ ഇതൊരു ടേസ്റ്റി റെസിപ്പിയുമാണ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് വരുന്നത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന് എടുക്കാവുന്നതാണ്. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 1/4 ടീസ്പൂൺ ആണ്. 1 ടീസ്പൂൺ മുളക് പൊടി, ഗാർലിക് പൗഡർ 1/4 ടീസ്പൂൺ, ജിഞ്ചർ പൗഡർ 1/4 ടീസ്പൂൺ, അതുപോലെ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ നമ്മളിവിടെ എടുക്കുന്നുണ്ട്. ഇതിന് പകരം നമുക്ക് ഗാർലിക് പേസ്റ്റോ ജിഞ്ചർ പേസ്റ്റോ വേണമെങ്കിൽ എടുക്കാം. മീൻ നമ്മളിവിടെ എടുക്കുന്നത് സാൽമൺ ആണ്. ഇത് കഴുകി വൃത്തിയാക്കിയെടുത്ത മീനാണ്. ഏകദേശം 100 ഗ്രാമോളം വരും. ഏകദേശം എല്ലാ മീനും നമുക്ക് എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് സീസൺ ചെയ്തെടുക്കാം. ആദ്യം മുളക് പൊടി ആഡ് ചെയ്യുക. മുളക് പൊടി ഒന്ന് നന്നായിട്ട് പുരട്ടിയെടുക്കാം മീനിൽ. അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും പൊടിയെല്ലാം ഇട്ടൊന്ന് നന്നായിട്ട് പുരട്ടിയെടുക്കാം. ഇനി കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യാം നമുക്കിവിടെ. ഇനി നമുക്ക് ഗാർലിക് പൗഡറും ജിഞ്ചർ പൗഡറും കൂടെ ആഡ് ചെയ്യാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു അരമണിക്കൂർ വെക്കാം. അരമണിക്കൂർ വെക്കണമെന്നില്ല, വേണമെങ്കിൽ നേരെ ഇത് എയർ ഫ്രയറിൽ നമുക്ക് വറുത്തെടുക്കാവുന്നതാണ്. നമ്മളിവിടെ അരമണിക്കൂർ വെച്ചിട്ടാണ് എയർ ഫ്രയറിലോട്ട് വെക്കുന്നത്. ഇപ്പോൾ ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്കിത് നേരെ എയർ ഫ്രയറിലോട്ട് വെച്ചിട്ട് ടൈമും ടെമ്പറേച്ചറും സെറ്റ് ചെയ്യാം. നമ്മൾ 350 ഡിഗ്രി ഫാരൻഹൈറ്റിൽ ആദ്യം 10 മിനിറ്റ് ഒന്ന് വെക്കും. അതിനുശേഷം ഇതൊന്ന് മറിച്ചിടുക. പിന്നെ 5 മിനിറ്റ് കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 5 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇതൊരു അടിപൊളി റെസിപ്പിയാണ്. അതുപോലെ തന്നെ ഒരു ഹെൽത്തി റെസിപ്പിയുമാണ്. വേറെ കുറേ എയർ ഫ്രയറിൻ്റെ റെസിപ്പീസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ അത് പോയി കാണുക. എല്ലാവർക്കും വലിയൊരു നന്ദി. മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.